കിടക്കുന്ന ട്രാൻസ്മിഷനുള്ളിൽ നിന്നാണ്. ടോർക്ക് കൺവെർട്ടറിൻ്റെ ബോൾട്ട് ഡിസ്കണക്ട് ചെയ്തപ്പോൾ സൗണ്ട് ഡിസപ്പിയർ ആയി. കസ്റ്റമർ കംപ്ലൈൻറ്റ് എഞ്ചിൻ നോയ്സ് ഫ്രം അബ്നോർമൽ നോയ്സ് ഫ്രം എഞ്ചിനിൽ നിന്നായിരുന്നു. ട്രാൻസ്മിഷൻ്റെ ടോർക്ക് കൺവെർട്ടറിൻ്റെ ബോൾട്ട് ഡിസ്കണക്ട് ചെയ്തപ്പോൾ സൗണ്ട് പോയി. ഇതിപ്പോൾ 10 സ്പീഡ് ട്രാൻസ്മിഷനാണ്. ഇതിൻ്റെ ബെൽ ഹൗസിൻ്റെ ഉള്ളിൽ നിന്നാണ്, പമ്പിൻ്റെ ഓയിൽ പമ്പ് ഹൗസിങ്ങിൽ നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. ട്രാൻസ്മിഷൻ ഡിസ്മാൻഡിൽ ചെയ്ത് ഡയഗ്നോസ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ഇത് കഡിലാക് CT5 എന്ന വാഹനത്തിൻ്റെ 10 സ്പീഡ് ട്രാൻസ്മിഷൻ ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഓയിൽ പമ്പ് ഹൗസിങ്, ഇത് ഓയിൽ പമ്പിൻ്റെ ഗിയർ, ഇതാണ് ഓയിൽ പമ്പ്. അതോടെ ക്ലച്ചസ് ഡിസ്മാൻഡിൽ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്, ക്ലച്ച് പ്രഷർ പ്ലേറ്റുകളൊക്കെ. അതോടെ വാൽവ് ബോഡി നിങ്ങൾക്ക് ഇവിടെ കാണാം, വാൽവ് ബോഡിയാണിത്. ഇത് ക്ലച്ച് അസംബിൾ ചെയ്യുന്ന ഹൗസിങ്ങുകളാണ്. അത് സ്ട്രക്ചറിൽ എടുത്ത് വെച്ചേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതാണ് ട്രാൻസ്മിഷൻ കേസ്, ക്ലച്ചസ് സെറ്റ് എല്ലാം വരുന്നത് ഇതിനകത്താണ്. ഇവിടെ നിൽക്കുകയാണ് ടോർക്ക് കൺവെർട്ടർ. ഈ വാഹനത്തിൻ്റെ കസ്റ്റമർ കംപ്ലയിൻറ്റ് അബ്നോർമൽ നോയ്സ് ഫ്രം എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ് എന്ന കംപ്ലയിൻ്റായിട്ട് വന്നതാണ്. ഡയഗ്നോസ് ചെയ്തപ്പോൾ എഞ്ചിനാ സൗണ്ടെന്ന് വിചാരിച്ച് ഡയഗ്നോസ് ചെയ്തത്. അപ്പം ഡയഗ്നോസ് ചെയ്തപ്പോൾ മനസ്സിലായ ട്രാൻസ്മിഷനകത്തു നിന്നാണ് കംപ്ലയിൻറ്റ്. ട്രാൻസ്മിഷൻ അഴിച്ചു നോക്കേണ്ടതായിട്ട് വന്നു. അഴിച്ചു നോക്കിയപ്പം കണ്ടത് ട്രാൻസ്മിഷൻ ഓയിൽ പമ്പ്, ഇത് ഓയിൽ പമ്പ് ഹൗസിംഗ് ആണ്. ഓയിൽ പമ്പിൻ്റെ ഡ്രൈവൻ ഗിയറും 2 ഗിയറുകളും വേൺ ഔട്ട് ആയിട്ടുണ്ട്. ഇതാണ് ഓയിൽ പമ്പ്, ഓയിൽ പമ്പിൻ്റെ ഗിയറും വേൺ ഔട്ട് ആയിട്ടുണ്ട്. അതേപോലെ ക്ലച്ചസും പ്രഷർ പ്ലേറ്റ് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ അതൊക്കെ ലൈൻ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിലെല്ലാ ക്ലച്ചുകളിലും ലൈൻസ് ഒക്കെ ഉണ്ട്. ഇത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. മെറ്റൽ പാർട്ടിക്കിൾസ് എവിടെയൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഓയിൽ പമ്പിൻ്റെ ഹൗസിങ്ങും നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. ഇത് കംപ്ലൈൻറ്റ് സൗണ്ട് വന്നിട്ട് വീണ്ടും കസ്റ്റമർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും പോയത്. എന്തെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ സർവീസ് സെൻറ്ററിൽ അല്ലെ എഞ്ചിൻ ലൈറ്റൊക്കെ ഓൺ ആവുകയാണെങ്കിൽ അന്നേരം തന്നെ സർവീസ് സെൻറ്ററിൽ കാണിക്കുകയോ അല്ലെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കാണിച്ച വണ്ടി റിക്കവറി വാനിൽ കൊണ്ടുവരുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ കംപ്ലയിൻസുകൾ വരുമ്പോൾ. ഇതാണ് വാൽവ് ബോഡിയിൽ എൻ്റെ മെറ്റൽ പാർട്ടിക്കിൾസ് കാണാം. ഇതാണ് 10 സ്പീഡ് ട്രാൻസ്മിഷൻ്റെ വാൽവ് ബോഡി എന്ന് ഞാൻ നേരത്തെ കാണിച്ചു. ഈ വാൽവ് ബോഡിയിൽ 6 കൺട്രോൾ സോളിനോയിഡ് വാൽവാണ് വരുന്നത്. 1, 2, 3, 4, 5, 6 കൺട്രോൾ സോളിനോയിഡ് വാൽവ് വരും. പിന്നെ ഒന്ന് TCC ടോർക്ക് കൺട്രോൾ ക്ലച്ച് കൺട്രോൾ സോളിനോയിഡ് വാൽവാണിത്. ഇത് ലൈൻ പ്രഷർ കൺട്രോൾ സോളിനോയിഡ് വാൽവാണ്. അതിന് സെപ്പറേറ്റ് സോളിനോയിഡുകൾ വരുന്നുണ്ട്. ഇവിടെ കാണുന്ന 10 സ്പീഡ് ട്രാൻസ്മിഷൻ്റെ വാൽവ് ബോഡിയാണ്. ഇത് നമ്മൾ ഓട്ടോമാറ്റിക് സർവീസിന് 70,000 കിലോമീറ്റർ സർവീസിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഫിൽറ്ററും, ഇതാണ് AT-യുടെ ഫിൽറ്റർ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഫിൽറ്റർ, ഗാസ്കറ്റ്, ഓയിൽ പമ്പ് അഴിച്ചിട്ടാണ് മാറുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് മാനുവൽ മോഡ് സ്വിച്ച്. അതുപോലെ വാൽവുകളുടെ ഹാർനസ്സാണിത്. ഇത് അഡീഷണൽ ഓക്സിലറി ഓയിൽ പമ്പ് സ്റ്റോപ്പ് സ്റ്റാർട്ട് സിസ്റ്റത്തിൻ്റെ. അതുപോലെ ഇതാണ് ഡാമേജ് ആയ ഓയിൽ പമ്പ് എന്ന് പറഞ്ഞാൽ. ഇത് ഓയിൽ കറക്റ്റ് സമയത്ത് കറക്റ്റ് പീരീഡിൽ റിപ്ലേസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ വാൽവ് ബോഡി റിപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു നമ്പർ കാണാം. ഈ നമ്പർ വെച്ചിട്ടാണ് വാൽവ് ബോഡി ക്യാരക്ടറൈസേഷൻ ചെയ്യുന്നത്. വാൽവ് ബോഡി റിപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിനുള്ള ഈ നമ്പർ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുണ്ട്. സ്പീഡ് ട്രാൻസ്മിഷൻ ഉള്ള വാഹനങ്ങളിൽ ട്രാൻസ്മിഷൻ ലിവർ ഉണ്ടാകുന്നില്ല. അതിന് പകരം പുഷ് ബട്ടണാണ് കൊടുത്തിരിക്കുന്ന വാഹനത്തിൽ. PRNDL സ്വിച്ച് എന്ന് പറയും. അതേപോലെ ഇതിൻ്റെ ഡാറ്റ, ട്രാൻസ്മിഷൻ്റെ എല്ലാ ഡാറ്റയിലും നമുക്ക് സ്കാൻ ടൂൾ വെച്ച് അറിയാൻ പറ്റും. ഇവിടെ നിങ്ങൾക്കാണ് പ്രൊപ്പൽഷൻ സിസ്റ്റം സ്റ്റാറ്റസ്, എൻജിൻ ടോർക്ക്, ഡ്രൈവർ പ്രിപ്പറേഷൻ, ആക്സിൽ ടോർക്ക്, ഇൻപുട്ട് ഷാഫ്റ്റ് സ്പീഡ് സെൻസർ, ഇൻപുട്ട് സ്പീഡ് സെൻസർ ഡയറക്ഷൻ, ഇൻ്റർമീഡിയറ്റ് സ്പീഡ് സെൻസർ. അങ്ങനെ അതിൻ്റെ എല്ലാം ഡാറ്റ കറണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഇൻ്റർമീഡിയറ്റ് സ്പീഡ് സെൻസർ, ഇൻ്റർമീഡിയറ്റ് സ്പീഡ് സെൻസർ ഡയറക്ഷൻ, ഇൻ്റർമീഡിയറ്റ് സ്പീഡ് സെൻസർ 2. എല്ലാ സെൻസറുകളുടെയും ഔട്ട്പുട്ട് ഷാഫ്റ്റ് സ്പീഡ് സെൻസർ, ഔട്ട്പുട്ട് ഷാഫ്റ്റ് സ്പീഡ് സെൻസർ ഡയറക്ഷൻ, വെഹിക്കിൾ സ്പീഡ്. അതിൻ്റെ ഡാറ്റയെല്ലാം നമുക്ക് എന്തെങ്കിലും മാൽഫങ്ഷൻ്റെ ഇവിടെ കാണിക്കും. ട്രാൻസ്മിഷൻ്റെ എന്തെങ്കിലും മാൽഫങ്ഷൻ്റെ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ട്രാൻസ്മിഷൻ റേഞ്ച്, ഗിയർ കമാൻഡ്, ട്രാൻസ്മിഷൻ റേഞ്ച് ഇവിടെ കാണാം.
ഏതിലാണ് നിൽക്കുന്നത്? പാർക്കിലാണ് ഇപ്പോൾ വാഹനം ഉള്ളത്. സെയിം ട്രാൻസ്മിഷൻ്റെ എന്ത് ഡാറ്റ വേണമെങ്കിലും, അതിൽ എഞ്ചിൻ്റെ ട്രാൻസ്മിഷൻ്റെ എന്ത് ഡാറ്റ വേണമെങ്കിലും നമുക്ക് സ്കാൻ ടൂൾ വെച്ച് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. മുമ്പ് ഞാൻ പറഞ്ഞു വാൽവ് ബോഡി കാണിച്ചത് ട്രാൻസ്മിഷൻ്റെ കൺട്രോൾ സോളിനോട് വാൽവ് 6 ഉണ്ടെന്ന് പറഞ്ഞു. 1, 2, 3 ട്രാൻസ്മിഷൻ കൺട്രോൾ സോളിനോട് വാൽവ് 6 പ്രഷർ സോളിനോട് വാൽവ്സ് ആണ്. അതിൻ്റെ PSIയിൽ അതിൻ്റെ പ്രഷർ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു TCC കൺട്രോൾ സോളിനോട് വാൽവ് ഉണ്ട്. TCC പ്രഷർ കമാൻഡ് അതിൻ്റെ കൺട്രോൾ സോളിനോട് വാൽവ് ഉണ്ട്. അതേപോലെ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്, ഓക്സിലറി ഫ്ലൂയിഡ് പമ്പിൻ്റെ പ്രഷർ, എല്ലാ ഡാറ്റയും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും മാൽഫങ്ഷൻ ഉണ്ടെങ്കിൽ ഇത് കാണിക്കും. വോൾട്ടിലും PSIയിലും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ സെൻസറിൻ്റെ സിഗ്നലൊക്കെ മില്ലി വോട്ട്സിൽ കാണിക്കുന്നുണ്ട്. സർക്യൂട്ട് സ്റ്റാറ്റസ് ഓക്കെ ആണെങ്കിൽ അത് കാണിക്കുന്നുണ്ട്. എല്ലാ ഡാറ്റയും ട്രാൻസ്മിഷൻ്റെയും എഞ്ചിൻ്റെയും ഡാറ്റ എല്ലാം നമുക്ക് സ്കാൻ ടൂൾ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഷിഫ്റ്റിംഗ് കൺസേണൊക്കെ ആയിട്ട് നമ്മൾ ട്രാൻസ്മിഷന് ജെർക്കിംഗ് കൺസേണൊക്കെ ആയിട്ട് വരുന്ന ഓയിൽ സമ്പ് അഴിച്ച് നോക്കുകയാണ്. ഈ മാഗ്നറ്റിൽ മെറ്റൽ പാർട്ടിക്കിൾസ് കൂടുതലുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഇതിൽ ക്ലച്ചസ് ഒക്കെ കൂടുതലായിട്ട് ബേൺ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പിന്നെ വാൽവ് ബോഡിയുടെ ഹാർനസ്സിൽ 2 ഇൻ്റർമീഡിയറ്റ് സെൻസർ വരും. അതേപോലെ ഒന്ന് ഔട്ട്പുട്ട് സ്പീഡ് സെൻസറും ടർബൈൻ സ്പീഡ് സെൻസറും, അങ്ങനെ 4 സെൻസറുകളാണ് വരുന്നത്. ഇതിൽ തന്നെ ഇതിൻ്റെ വാൽവ് ബോഡിയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട്, അതായത് മേൽഭാഗത്തായിട്ട് കാണാം, അപ്പർ വാൽവ് ബോഡിയുടെ മേളിലായിട്ടാണ് ടെമ്പറേച്ചർ സെൻസർ, ഓയിൽ ടെമ്പറേച്ചർ സെൻസറുകൾ വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഹാർനസ്, അതായത് കൺട്രോൾ സോളിനോട് വാൽവ് 6 ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാർനസ്സുകളാണ് ഇവിടെ കാണുന്നത്. ഇത് ട്രാൻസ്മിഷൻ്റെ ഓയിൽ ഫിൽറ്ററാണ്. ഓയിൽ സമ്പ്, അതിൻ്റെ ബോൾട്ടുകൾ ഇവിടെ കാണാം. ഇത് ഓക്സിലറി ഓയിൽ പമ്പാണ്. അത് സ്റ്റോപ്പ് സ്റ്റാർട്ട് സിസ്റ്റം ഉള്ള വാഹനങ്ങളിൽ ഈ 10 സ്പീഡ് ട്രാൻസ്മിഷനിൽ സ്റ്റോപ്പ് അല്ലെങ്കിൽ 9 സ്പീഡ് ട്രാൻസ്മിഷനിലൊക്കെ വരുന്ന ഓയിൽ പമ്പാണ് ഓക്സിലറി ഓയിൽ പമ്പ് എന്ന് പറയും. സ്റ്റോപ്പ് സ്റ്റാർട്ട് സിസ്റ്റം ഉള്ള വാഹനങ്ങളിൽ സ്റ്റോപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ട് സിസ്റ്റം അങ്ങനെയുള്ള വാഹനങ്ങളാണ് ഈ പമ്പ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ട്രാൻസ്മിഷൻ കേസാണ്. ഈ കേസിന് ഡാമേജ് വന്നിട്ടുണ്ട്. കേസിനകത്ത് സ്ക്രാച്ചസ് കാണാം. ഈ ക്ലച്ച് ഒന്ന് വർക്ക് ചെയ്യുന്ന ഭാഗങ്ങളിൽ അതിൻ്റെ സ്ക്രാച്ചസ് ലൈന് വേണ്ടിയിട്ടുണ്ട്. ഇത് ഈ കേസ് റീയൂസ് ചെയ്യാൻ പറ്റില്ല, റിപ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. കേസ് അസംബ്ലി മാറണം. അതുപോലെ ഈ മെറ്റൽ പാർട്ടിക്കിൾസ് എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അതെല്ലാം ഡാമേജ് ആയിട്ടുണ്ട്. ആ ഭാഗങ്ങൾ ക്ലച്ച്, പിസ്റ്റൺ എല്ലാം ഡാമേജ് ഉണ്ട്. ഇവിടെ വാൽവുകളുടെ മേലെ കാണാം മെറ്റൽ പാർട്ടിക്കിൾസ് വന്നിരിക്കുന്നത്. ഇത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ചെറിയ വാൽവുകളുടെയൊക്കെ ബോറൊക്കെ സ്ക്രാച്ച് ആയിട്ട് സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ വാൽവ് ബോഡി അസംബ്ലി ആയിട്ട് മാറണം, റിപ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുപോലെ ക്ലച്ച് പ്രഷർ പ്ലേറ്റ് എന്തായാലും മാറിയേ പറ്റും. എല്ലാത്തിലും ലൈൻസ് വീണിട്ടുണ്ട്. പിന്നെ ഡ്രമ്മിലൊക്കെ മുഴുവൻ ഡാമേജ് ഉണ്ട്, സ്ക്രാച്ച് ഉണ്ട്. ഇത് റീയൂസ് ചെയ്യാൻ പറ്റില്ല ഡ്രംസ് ഒന്നും. മെയിനായിട്ട് കസ്റ്റമർ ആ സൗണ്ട് വന്ന സമയത്ത് അത് ശ്രദ്ധിക്കാണ്ട് വീണ്ടും വാഹനം ഓടിച്ചു. അങ്ങനെ കൂടുതലായിട്ട് ഓയിൽ പമ്പ് ഹൗസിങ് വരെ ഡാമേജ് ആയിപ്പോയി. പിന്നെ ഈ ട്രാൻസ്മിഷൻ ഇത്രയും ഡാമേജ് ഉള്ള ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് ഓവറോൾ ചെയ്യുന്ന കോസ്റ്റ് നമ്മൾ പുതിയ ട്രാൻസ്മിഷൻ മേടിക്കുന്ന പൈസയേക്കാളും കൂടുതലാകും. അതുകൊണ്ട് ട്രാൻസ്മിഷൻ അസംബ്ലി മാറുന്നതായിരിക്കും നല്ലത് ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ. പിന്നെ എന്തെങ്കിലും വാഹനം ഓടിക്കുന്ന അബ്നോർമലായിട്ട് നോയ്സോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അന്നേരം തന്നെ സർവീസ് സെൻറ്ററിൽ കാണിക്കുക. എന്നിട്ട് അതിൻ്റെ റിപ്പയർ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സർവീസ് സെൻറ്ററിൽ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓയിൽ ലെവൽ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. താങ്ക് യു.